അരവണയിലെ ഏലക്കയുടെ ഗുണനിലവാരം അടിയന്തര പ്രാധാന്യമുള്ളതെന്ന് ഹൈക്കോടതി. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തെയും ഭക്ഷ്യസുരക്ഷാ അതോറിറ്റിയും സ്വമേധയാ കക്ഷി ചേർത്തു. ഏലക്കയുടെ ഗുണനിലവാര പരിശോധനയിൽ പൊരുത്തക്കേട് കണ്ടെത്തിയ സാഹചര്യത്തിലാണ് ഹൈക്കോടതി കേസ് പരിഗണിക്കുന്നത്. വിവരങ്ങളുമായി അശ്വതി ചേരുന്നു. അശ്വതി, ഏലക്കയുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ലക്ഷ്യം. എന്താണ് ഹൈക്കോടതി ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്? ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഈ അരവണയിലെ ഏലക്ക ഗുണനിലവാരത്തെ സംബന്ധിച്ച് ഈ കേസ് അടിയന്തര പ്രാധാന്യമുള്ളതാണെന്ന ഒരു പരാമർശമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ പ്രസാദ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ഗുണനിലവാരമില്ലാത്ത ഏലക്കയാണെന്ന ലാബ് റിപ്പോർട്ട് പരിഗണിച്ചാണ് ഹൈക്കോടതിയുടെ ഈ പരാമർശം ഉണ്ടായിരിക്കുന്നത്. കേസിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തെയും അതുപോലെ തന്നെ ഭക്ഷ്യസുരക്ഷാ അതോറിറ്റിയെയും സ്വമേധയാ കക്ഷി ചേർത്തിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ കൂടുതൽ സമയം ചോദിച്ചെങ്കിലും അത് ഹൈക്കോടതി അനുവദിച്ചിട്ടില്ല. ഈ വിഷയം ഇങ്ങനെയാണ് ഉണ്ടാകുന്നത്. തിരുവനന്തപുരം ലാബിന്റെ പരിശോധനാ റിപ്പോർട്ടിൽ ഏലക്കയ്ക്ക് ഗുണനിലവാരമില്ലെന്ന് കണ്ടെത്തിയിരുന്നു. ഈ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ കോടതി അറിയിച്ചിരുന്നു. ഈ റിപ്പോർട്ടിനെതിരെ ദേവസ്വം ബോർഡ് ഹൈക്കോടതിയിൽ എതിർ സത്യവാങ്മൂലവും ഇന്ന് നൽകിയിരുന്നു. അതായത് പമ്പയിലെ സർക്കാർ ലാബിൽ ഗുണനിലവാരമുണ്ടെന്നാണ് ഈ ഏലക്കയ്ക്ക് ഗുണനിലവാരമുണ്ടെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. തിരുവനന്തപുരത്ത് ലാബിലെ പരിശോധനാ ഫലവും ഈ പമ്പയിലെ സർക്കാർ ലാബിലെ പരിശോധനാ ഫലവും തമ്മിൽ വലിയ വൈരുദ്ധ്യമാണ് നിലനിൽക്കുന്നത്. ഈ വിഷയമാണ് ഇപ്പോൾ ഹൈക്കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കേസ് ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് വീണ്ടും ഹൈക്കോടതി പരിഗണിക്കും. ഈ വിഷയത്തിൽ മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് അയ്യപ്പ സ്പൈസസ് കമ്പനിയാണ് ഈ വിഷയത്തിൽ ഹർജി നൽകിയിരിക്കുന്നത്. സാധാരണഗതിയിൽ അരവണ തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട അയ്യപ്പ സ്പൈസസ് ആണ് ദേവസ്വം ബോർഡിന് ഈ ഏലക്ക നൽകിക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അവർ തന്നെയായിരുന്നു. പക്ഷേ ഇത്തവണ ലോക്കൽ പർച്ചേസ് ആണ് ദേവസ്വം ബോർഡ് നടത്തിയത് ഈ വിഷയത്തിൽ. അപ്പോൾ അതിനുശേഷമാണ് ഈ ഗുണനിലവാരവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഉണ്ടാകുന്നത്. ഈ 2 ലാബിലെയും പരിശോധനാ ഫലങ്ങളിൽ വന്ന വൈരുദ്ധ്യം തന്നെയാണ് ഈ കേസിലെ ഏറ്റവും വലിയ കീറാമുട്ടി. ഈ വിഷയം ഉച്ചയ്ക്ക് ശേഷം പരിഗണിക്കും. അതിനുശേഷമായിരിക്കും കോടതിയുടെ ഭാഗത്തു നിന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള സുപ്രധാനമായ വിധിയും കൂടുതൽ നടപടികളും ഉണ്ടാവുക. ശരി, അശ്വതി ഹൈക്കോടതിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു.